ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് മൈനർ ആക്ട്സ് എന്നല്ല പറയേണ്ടത്. ആക്ച്വലി നമ്മുടെ എയ്ബിന്റെ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം മൈനർ ആയിട്ടുള്ള ഏരിയാസ് എന്നുള്ളത്, അതായത് മാർക്ക് കുറവ് വന്നിട്ടുള്ള ഏരിയാസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിൽ ആദ്യത്തെ ഏരിയ ആണ് നമ്മൾ ഈ ADR എന്ന് പറയുന്നത്, ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റിഡ്രസൽ ഇൻക്ലൂഡിങ് ആർബിട്രേഷൻ ആക്ട് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അവർ തന്നിരിക്കുന്നത്. അതിൽ നമുക്ക് 4 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഓരോ ക്വസ്റ്റ്യൻ എടുത്തിട്ട് അതിന്റെ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാനല്ല പോണത്. കാരണം നിങ്ങൾക്ക് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസേഴ്സും ഒക്കെ ബാർ കൗൺസിൽ മീൻസ് എയ്ബിന്റെ വെബ്സൈറ്റിൽ കിട്ടുന്നതാണ്. ബാർ കൗൺസിലിന്റെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടുന്നതാണ്. ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴും നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഞാൻ അങ്ങനെ ഒരു ഓരോ ക്വസ്റ്റ്യൻ വെച്ചിട്ട് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുകയല്ല, മറിച്ച് ഈ ഏരിയാസിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. കാരണം ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ബെയറാക്ട് വെച്ച് നോക്കാൻ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, പക്ഷെ ഈ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എങ്ങനെ നോക്കണം എന്നുള്ളതാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പൊ അത് ആദ്യത്തെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. അപ്പൊ ഇനിയും ബെയറാക്ട് വെച്ചിട്ട് ഇങ്ങനെ നോക്കേണ്ടതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരുന്നില്ല, മറിച്ച് ഈ ഏരിയാസിൽ മൈനർ ആക്ട്സിൽ വരുന്നതിന്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ചിലതൊക്കെ നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഓക്കെ, ചില ഏരിയാസ് നമ്മൾ പഠിച്ചു തന്നെ വെക്കണം, എന്നാലേ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. അതല്ലാതെ ചിലപ്പോൾ ബെയറാക്റ്റിൽ നിന്ന് കിട്ടിയെന്ന് വരില്ല. അപ്പൊ ഈ ADRനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ബെയറാക്റ്റിൽ നിന്ന് തന്നെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ ആ ADR എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ പഠിക്കുന്ന സമയത്ത് എന്തൊക്കെ ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ മെക്കാനിസംസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കണം. ആർബിട്രേഷൻ എന്താണ്, കൺസീലിയേഷൻ എന്താണ്, മീഡിയേഷൻ എന്താണ്, നെഗോസിയേഷൻ എന്താണ്, ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ ആക്റ്റിൽ എന്തിനെയൊക്കെ കുറിച്ച് പറയുന്നുണ്ട്, പിന്നെ ലോകദാലത്ത് പറയുന്ന കൺസെപ്റ്റ് എന്താണ്, ലോകദാലത്തിന്റെ ഫീച്ചേഴ്സ്, ലോകദാലത്തിൽ എങ്ങനെയാണ് പ്രൊസീജിയർ നടക്കുന്നത് എന്നുള്ളത് കൃത്യമായി അറിഞ്ഞിരിക്കണം. എവിടെയൊക്കെ ആപ്ലിക്കബിൾ ആണ്. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ പ്രാവശ്യം. ഓക്കെ, പിന്നെ ആർബിട്രേഷനെ സംബന്ധിച്ചിടത്തോളം ആർബിട്രേഷൻ ആക്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൃത്യമായിട്ടൊരു ആക്ട് ഉണ്ട്. അപ്പൊ ആർബിട്രേഷന്റെ പ്രത്യേകതകൾ എന്താണ്, അതിന് നമ്മൾ ഓരോ റിക്വയർമെന്റ്സ് പറയാറുണ്ട്, ഏതൊക്കെ കേസുകളിൽ ആർബിട്രേഷൻ നടത്താൻ പറ്റും, പിന്നെ അതിന്റെ എസെൻഷ്യൽ ആയിട്ടുള്ള ആർബിട്രേഷൻ എഗ്രിമെന്റ്, ആ എഗ്രിമെന്റ് എങ്ങനെയായിരിക്കണം, ഇനി ആർബിട്രേറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, സോൾ ആർബിട്രേറ്റർ ആണെങ്കിൽ എന്താണ്, അങ്ങനെ ആർബിട്രേറ്ററിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇനി ആർബിട്രേറ്ററിന്റെ ഇത് ചലഞ്ച് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴാണ്, ഇങ്ങനെ ഒരു ആർബിട്രേഷൻ വഴി നടത്തിയ ഡിസിഷൻ അതിന്റെ ബൈൻഡിങ്, അതെങ്ങനെയാണ് ബൈൻഡിങ് ആവുന്നത് പാർട്ടീസിൽ, ഇതിൽ നിന്ന് അപ്പീൽ പോകാൻ പറ്റുമോ ഇല്ലയോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. അത് ബെയറാക്ട് നോക്കിയോ അതല്ലെങ്കിൽ ADR മെക്കാനിസത്തെ കുറിച്ചുള്ള ഏതെങ്കിലും ബുക്കൊക്കെ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ വായിച്ചാൽ മനസ്സിലാവുന്ന ബുക്ക് ഏതാണോ അത് ഫോളോ ചെയ്ത് അതിനെക്കുറിച്ചൊന്ന് വായിച്ചു വെച്ചാൽ ഏകദേശം ഈ ഒരു ഏരിയ നമുക്ക് കവർ ചെയ്ത് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് ആൻസർ കീ വെച്ചിട്ട് വെരിഫൈ ചെയ്താൽ മതി. ഞാൻ ഓരോന്നായിട്ട് പറയാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു എക്സസൈസും കൂടെ ആവും. അപ്പൊ ബാക്കി എല്ലാ ക്ലാസ്സുകളിലും ഞാൻ ആൻസറും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനിയുള്ള ഇതെല്ലാം നിങ്ങൾ ഇതിന്റെയൊക്കെ ആൻസേഴ്സ് ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ആ ഒരു ഏരിയ നമ്മൾ പഠിച്ചു മാറും. ഇനി അടുത്തത് അഡ്വക്കേറ്റ്സ് ആക്ട്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് പ്രൊഫഷണൽ എത്തിക്സ് ആൻഡ് കേസസ് ഓഫ് പ്രൊഫഷണൽ മിസ്കണ്ടക്ട് അണ്ടർ BCI റൂൾസ് എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ 18 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ റെലവെന്റ് ആയിട്ടുള്ള ഡിസിഷൻസ് ഒന്നും ഡിസ്കസ് ചെയ്തിട്ടില്ല. പക്ഷെ അഡ്വക്കേറ്റ്സ് ആക്ടിൽ നിന്നുള്ള നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ബെയറാക്റ്റിൽ നിന്നും ഉത്തരം എഴുതാവുന്ന കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. അതായത് എന്തൊക്കെയാണ് അഡ്വക്കേറ്റ്സിന്റെ ആ ഒരു പ്രൊഫഷണൽ മിസ്കണ്ടക്റ്റിൽ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ, പിന്നെ ബാർ കൗൺസിൽ ഈ സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊഫഷണൽ കണ്ടക്ട് ആൻഡ് എറ്റിക്വറ്റ് ഒബ്സർവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന സെക്ഷൻ ഏതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള റൂൾസ്, അതിന്റെ റൂൾസ് ആയി ബന്ധപ്പെട്ട് നമ്മൾ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ റൂൾസ് ഉണ്ട്, റൂൾസും കൂടെ നോക്കണം. ആ റൂൾസിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യം ഏതാണ്, പറഞ്ഞിട്ടുള്ളത് കാര്യം. അപ്പൊ ഒരു അഡ്വക്കേറ്റ് എന്നുള്ള നിലയിൽ നിങ്ങൾ അത് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. കാരണം ഇനിയിപ്പോ പുതിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ വരുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നത് ശരിയാണ്, നിങ്ങളുടെ പ്രൊഫഷണൽ എത്തിക്സിന്റെ ഭാഗമായിട്ട് വരേണ്ടതാണ് എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ അതിന് അതോറിറ്റീസ്, ഒരു അഡ്വക്കേറ്റിനെതിരെ കംപ്ലൈന്റ് എങ്ങനെയൊക്കെ പോകും, അവിടുത്തെ ഡിസിഷൻ വന്നു കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ബൈൻഡിങ് ആവുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പം ആ ഒരു ഏരിയയും അതുവഴി കംപ്ലീറ്റ് ചെയ്യാം. ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ബെയറാക്റ്റിൽ നിന്ന് കിട്ടും. ബെയറാക്റ്റ് എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് ഞാൻ മുന്നുള്ള ക്ലാസ്സുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതൊരു ഒന്ന് എക്സസൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ലോ ആണ്. ഇപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് ലോയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പലർക്കും അത് നമുക്ക് ബെയറാക്റ്റ് വെച്ചിട്ട് എഴുതാനായിട്ടുള്ളതൊന്നുമില്ല. അത് പഠിച്ചിരിക്കേണ്ട ഒരു ഏരിയ തന്നെയാണ്. ചിലരത് വിട്ട് കളയാറുണ്ട്, ചിലപ്പോൾ ഈസി ആയിട്ട് വരാറുണ്ട്. ഇപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് ലോയിൽ നമ്മൾ ഇതിനകത്ത് ഇപ്പൊ നാച്ചുറൽ ജസ്റ്റിസ് പ്രിൻസിപ്പിളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലാൻഡ്മാർക്ക് ഡിസിഷൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ തന്നെ പല ലാൻഡ്മാർക്ക് ഡിസിഷൻസ് വെച്ചിട്ട് പിന്നെ നമ്മുടെ ഡെഫിനിഷൻ ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് ലോയുടെ ഏതെങ്കിലും ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ഏറ്റവും വായിക്കാൻ എളുപ്പമുള്ള ഒരു പുസ്തകം എടുക്കുക. അതിൽ പറഞ്ഞിട്ടുള്ള ഓരോ പ്രിൻസിപ്പിൾസ് നോക്കുക. ഇപ്പൊ പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് ഉണ്ട്, സെപ്പറേഷൻ ഓഫ് പവേഴ്സിന്റെ കാര്യം പറയുന്നുണ്ട്, ഡെലിഗേറ്റഡ് ലെജിസ്ലേഷനുമായിട്ട് റിലേറ്റഡ് സബ് ഡെലിഗേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സബ് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഏതൊക്കെ, ഇനി പാർലമെന്ററി കൺട്രോൾ എങ്ങനെയാണ് നടത്തുന്നത്, ജുഡീഷ്യൽ കൺട്രോൾ എങ്ങനെയാണ് നടത്തുന്നത്, പിന്നെ ഒംബുഡ്സ്മാൻ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രൊവിഷൻസ്, ലോക്പാല്, ലോകായുക്ത, അപ്പൊ ഇതൊക്കെ നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ലോ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെങ്കിൽ അത് ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. 3-4 ക്വസ്റ്റ്യൻസ് ആണ് മാക്സിമം ചോദിക്കാൻ പോകുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ലോ 3 ക്വസ്റ്റ്യൻസേ ചോദിക്കുള്ളൂ. അതിപ്പോ നമ്മുടെ ഭാഗ്യത്തിന് ചിലപ്പോൾ നല്ല സിമ്പിൾ ആയിട്ടുള്ള, ഇപ്പം AV ഡൈസി ഏത് പ്രിൻസിപ്പിൾ ആണ് പറഞ്ഞിട്ടുള്ളത്, റൂൾ ഓഫ് ലോ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ മോണ്ടസ്ക്യൂ ആണ് സെപ്പറേഷൻ ഓഫ് തിയറി ഓഫ് സെപ്പറേഷനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ എന്താണ് എന്നൊക്കെ ചിലപ്പോൾ ഡയറക്റ്റ് ചോദിച്ചേക്കാം. അതല്ലെങ്കിൽ ചിലപ്പോൾ കളറബിൾ ലെജിസ്ലേഷൻ എന്താണ്. ഓക്കെ, അങ്ങനെ ഡോക്ട്രിൻ ഓഫ് സെവറബിലിറ്റി, ഡോക്ട്രിൻ ഓഫ് എക്ലിപ്സ്, പിന്നെ ഡോക്ട്രിൻ ഓഫ് പ്ലഷർ, എന്താണ് ഡോക്ട്രിൻ ഓഫ് പ്ലഷർ. അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കിയിരിക്കുക. നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഏരിയയിൽ നിന്നാണ് വരുന്നതെങ്കിൽ അത് ആൻസർ ചെയ്യാൻ പറ്റട്ടെ, ഈസി ആയി വരട്ടെ എന്നുള്ളത് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അതല്ലെങ്കിൽ അത് ആൻസർ ചെയ്തില്ലെങ്കിലും 3 മാർക്ക് പോകുന്നതുകൊണ്ടൊന്നും നമുക്ക് വിഷയമില്ല, കാരണം ബാക്കിയുള്ളതെല്ലാം നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, കമ്പനീസ് ആക്ടിനെ സംബന്ധിച്ചിടത്തോളം അതും ഒത്തിരി ഇത് പഠിക്കേണ്ട കാര്യമില്ല. കാരണം കമ്പനീസ് ആക്ടിൽ നിന്ന് നമുക്ക് 2 ക്വസ്റ്റ്യൻസേ ചോദിക്കാറുള്ളൂ. അത് രണ്ടും നമുക്ക് വേറെ ആക്ടിൽ നിന്ന് തന്നെ ഉത്തരം എഴുതാൻ പറ്റും. ജസ്റ്റ് ഒന്ന് കമ്പനീസ് ആക്ടിന്റെ ഇൻഡെക്സ് ഒക്കെ നോക്കുക. അപ്പൊ അതിൽ മെയിൻ ആയിട്ട് വരുന്നത് ഈ പബ്ലിക് കമ്പനിയിൽ എത്ര പേര് വേണം, പ്രൈവറ്റ് കമ്പനി എന്താണ്, 1 പേഴ്സൺ കമ്പനി എന്താണ്, ഗവൺമെന്റ് കമ്പനി ആയിട്ടുള്ള വ്യത്യാസം എന്താണ്, അതിന് മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എത്ര വേണം എന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുക എവിടെയാന്നൊക്കെ ഉള്ളത്. എന്നിട്ടൊന്ന് പെൻ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ബാക്കിലൊന്നും മാർക്ക് ചെയ്യേണ്ട, എന്നാലും ഒരു ഡോട്ട് ഒക്കെ ഇട്ടൊരു, ഇപ്പൊ ഒരു റെഡ് പെന്നോ ഒരു ഗ്രീൻ പെന്നോ വെച്ചിട്ട് ഡോട്ട്സ് ഒക്കെ ഇട്ടാലൊന്നും ആരും ചെക്ക് ചെയ്യാനൊന്നും വരാൻ പോകണമെന്നില്ല. അപ്പം മീൻസ് ഒന്നും എഴുതി വെക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഒന്നും എഴുതി വെക്കണ്ട, ജസ്റ്റ് ഒന്ന് ഡോട്ട്സ് ഒക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ നോക്കാൻ എളുപ്പമായിരിക്കും എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് വരാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിന്റെ എണ്ണം, അതായത് ഓരോ കമ്പനിയിലും എത്ര ഡയറക്ടേഴ്സ് വേണം, പിന്നെ ഒരു ഡയറക്ടർക്ക് എത്ര കമ്പനിയിൽ ഡയറക്ടറായിട്ട് ഇരിക്കാം. ഓക്കെ, എത്ര കമ്പനി, ഒരാൾക്ക് തന്നെ എത്ര കമ്പനീസിൽ ഡയറക്റ്റ് ആയിട്ടിരിക്കാം. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചിലപ്പോൾ മാക്സിംസ് വരാം. ഇപ്പൊ ഡോക്ട്രിൻ ഓഫ് ലിഫ്റ്റിംഗ് ഓഫ് വീല്, പിന്നെ ഓപ്പറേഷൻ റിലേറ്റഡ് ചെയ്ത് ഫോഴ്സ് വേഴ്സസ് ഹാർബോട്ടിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കേസുണ്ട്. മിസ്മാനേജ്മെന്റും ഓപ്പറേഷനും ഇത് ചെയ്യാനൊക്കെ ഉള്ള. അപ്പൊ അതെന്താണ് എന്നൊക്കെ ഉള്ളത് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. പിന്നെ മെമ്മോറാണ്ടത്തിന്റെ പ്രത്യേകത എന്താണ്, കൺസ്ട്രക്റ്റീവ് നോട്ടീസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെ കൺസ്ട്രക്റ്റീവ് നോട്ടീസ് ആയിട്ട് വർക്ക് ചെയ്യും, അങ്ങനെ ചോദിക്കാൻ സാധ്യത കുറവാണ്. അത് തിയറി പോർഷൻ ആണ്. ആക്ച്വലി നമുക്ക് ഡയറക്റ്റിൽ നിന്നും കിട്ടുന്ന രീതിയിൽ വരണം എന്നുള്ളത് തന്നെയാണ്. ഇത് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ കിട്ടാവുന്നതേ ഉള്ളൂ. ഇനി അടുത്തത് നമ്മൾ എൻവയോൺമെന്റൽ ലോ ആണ്. എൻവയോൺമെന്റൽ ലോയുടെ പ്രത്യേകത ഇത് തന്നെയാണ്. പ്രിൻസിപ്പിൾസ്, പ്രിക്കോഷണറി പ്രിൻസിപ്പിൾ, പൊല്യൂട്ടർ പേ പ്രിൻസിപ്പിൾ, അബ്സല്യൂട്ട് ലയബിലിറ്റി പ്രിൻസിപ്പിൾ, പബ്ലിക് ട്രസ്റ്റ് ഡോക്ട്രിൻ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് നോക്കുക. പിന്നെ ആക്ടുകളിൽ നിന്നും വന്നാൽ വരട്ടെ എന്നുള്ളതാണ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നോക്കി എഴുതാൻ പറ്റിയാൽ അത്രയും നല്ലത്. പിന്നെ 2 ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഏതെങ്കിലും ആക്ടിൽ നിന്ന് ചോദിക്കും, അതല്ലെങ്കിൽ ഇതേപോലെ ഏതെങ്കിലും പ്രിൻസിപ്പിൾസ്. അപ്പോൾ ഓരോ പ്രിൻസിപ്പിൾസിന്റെയും പ്രത്യേകതകൾ എന്താണ്, ഓരോ കേസുകളിലും എന്താണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഏറ്റവും ബെറ്റർ ഇത് ഈ തന്നിരിക്കുന്ന കേസുകൾ തന്നെ ഒന്ന് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ്, ഈ ഓപ്ഷൻസ് തന്നിരിക്കുന്ന കേസുകളൊക്കെ തന്നെ എന്താണ് അതിനകത്ത് ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഒന്ന് നോക്കിയാൽ തന്നെ പല ഇതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇനി
ലാൻഡ് ലോസിനെ സംബന്ധിച്ച് നമുക്ക് വന്നിട്ടുള്ളത് ഈ പറയുന്ന എന്താ ലാൻഡ് അക്വിസിഷൻ ആക്ടിന്റെ 2013 ലാൻഡ് അക്വിസിഷൻ ആക്ടുമായി ബന്ധപ്പെട്ടാണ്. അതും നമുക്ക് ഡയറക്റ്റ് ബയർ ആക്ടിൽ നിന്നും കണ്ടെത്താൻ പറ്റുന്നത് ആണ്. അപ്പൊ ലാൻഡ് ലോസിനെ കുറിച്ച് അത്ര ടെൻഷൻ ഒന്നും വേണ്ട, ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നതായിരിക്കും വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ചിലപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്തൊക്കെ കുറച്ചുകൂടെ ബുദ്ധിമുട്ടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്ത് ചോദിക്കാം. അപ്പൊ റൈറ്റ് ടു പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, റൈറ്റ് ടു പ്രോപ്പർട്ടി അതിപ്പോ കോൺസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചു എന്നുള്ള രീതിയിലാവും. അത് എന്താണ് ഫണ്ടമെന്റൽ റൈറ്റിൽ നിന്ന് എടുത്തു കളഞ്ഞത്, ഇപ്പോൾ ഏത് ആർട്ടിക്കിളിലാണ് കിടക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അതാണ് ഇതിനകത്ത് നമുക്ക് കവർ ചെയ്യാനുള്ളത്. ഈ ലേബർ ലോസ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. മെറ്റേണിറ്റി ബെനിഫിറ്റിൽ നിന്നും ഫാക്ടറീസ് ആക്ടിൽ നിന്നും ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ടിൽ നിന്നുമാണ് ഇതിനു മുമ്പ് പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എടുത്തു നോക്കാം. ഇപ്പൊ മെറ്റേണിറ്റി ബെനിഫിറ്റിൽ എത്ര നാൾ വരെ മെറ്റേണിറ്റി ബെനിഫിറ്റ് നമുക്ക് കിട്ടാനുള്ള അർഹതയുണ്ട് എന്നുള്ളത് ഇത് ചെയ്യാം. പിന്നെ പല അതിനകത്ത് ഓരോ പ്രൊവിഷൻസ് പറയുന്നുണ്ട്, എത്ര നാള് ഏതൊക്കെ ടൈപ്പ്, അതായത് കുട്ടി ജീവനോടെ വന്നു കഴിഞ്ഞാൽ എത്ര നാള് കിട്ടും, മരണപ്പെട്ടാൽ എന്ത് ചെയ്യും, അബോർഷൻ ചെയ്താൽ എങ്ങനെയാണ്, അങ്ങനെ ഓരോ ഇതിനും സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു ഏരിയ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. ജസ്റ്റ് ഒരു കുത്തിട്ട് വെക്കാനാ പറയുന്നത്, അല്ലാതെ നെടുനീളെ വരച്ചു വെക്കാനല്ല പറയുന്നത്. ഇൻഡെക്സിൽ ജസ്റ്റ് ഒരു കുത്തിട്ട് വെച്ചാൽ മതിയാവും എന്നുള്ളതാണ്. പിന്നെ ഫാക്ടറി ആവണമെന്നുണ്ടെങ്കിൽ എന്തുമാത്രം വർക്കേഴ്സ് വേണം. പിന്നെ ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസുകളൊക്കെ പഠിച്ചു വെക്കുക. ബാംഗ്ലൂർ വാട്ടർ സപ്ലൈ കേസുകൾ പോലുള്ളത് ഒക്കെ പഠിച്ചു വെക്കുക. ഇൻഡസ്ട്രിയുടെ ഡെഫിനിഷനെ കുറിച്ച് പറയുന്ന കേസുകൾ, റെലവെന്റ് ആയിട്ടുള്ള പൊസിഷൻസ് ഏതൊക്കെയാണെന്നുള്ളത്, പിന്നെ വർക്ക്മാൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡെഫിനിഷൻസ്, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതേ ഉള്ളൂ. അതും നമുക്ക് നിങ്ങൾ ഒരു വിധത്തിലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസേ വരാറുള്ളൂ. ഇനി ടോർട്ടിനെ സംബന്ധിച്ചിടത്തോളം, ടോർട്ട് നമ്മൾ ലോ ഓഫ് ടോർട്ട്സ് നമ്മളതിന് ഒരു മൊത്തം മാർക്ക് പറഞ്ഞിരിക്കുന്നത് 5 മാർക്കാണ്. ഇതിൽ നമുക്ക് ഒരു പാറ്റേൺ നമ്മൾ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മാർക്ക് ലോ ഓഫ് ടോർട്ട്സിന്റെ ബേസിക്സിൽ നിന്ന്, അതായത് ഇപ്പൊ ഡെഫിനിഷൻ ചോദിക്കാം. അപ്പൊ സാൽമണ്ടിന്റെ ഡെഫിനിഷൻ എന്താണ്, വിൻഫീൽഡിന്റെ ഡെഫിനിഷൻ എന്താണ്, ഓരോരുത്തരും പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. നിങ്ങൾ ബേസിക്കലി പഠിച്ചിട്ടുള്ള ഏതെങ്കിലും പുസ്തകത്തിൽ നിന്ന് നോക്കിയാൽ മതിയാവും. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാക്സിംസ് വരുന്ന കേസുകൾ, അതായത് ഇപ്പം ഈ ഗ്ലൗസെസ്റ്റർ ഗ്രാമർ സ്കൂൾ കേസ് വരാം, ആഷ്ബി വേഴ്സസ് വൈറ്റ് വരാം, ഭീംസിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീരിൽ എന്ത് പറയുന്നു, ഇഞ്ചുറിയസ് ആൻഡ് ഡാമിനത്തെ കുറിച്ച് പറയുന്നു, വോളണ്ടി നോൺ ഫിറ്റ് ഇഞ്ചുറിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കേസ്. പിന്നെ അങ്ങനെ നമ്മളുടെ അതിനകത്ത് ജനറൽ എക്സെപ്ഷൻസ് ഒക്കെ പറയുന്നത്, ആക്ട് ഓഫ് ഗോഡ്ലർ, റൈലൻഡ് വേഴ്സസ് ഫ്ലെച്ചറിൽ എന്ത് പറയുന്നു, പിന്നെ ഡൊണോഗ് വേഴ്സസ് സ്റ്റീവൻസൺ, അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാക്സിംസ് പറഞ്ഞിട്ടുള്ള കേസുകൾ അതല്ലെങ്കിൽ റെലവെന്റ് ആയിട്ടുള്ള പൊസിഷൻസ് ഒക്കെ ഏതൊക്കെയാണെന്ന് നോക്കി വെക്കാം. അപ്പൊ അതൊരു 2 ക്വസ്റ്റ്യൻ നമുക്ക് ടോട്ടിൽ നിന്ന് കിട്ടും. 2 ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആയിട്ട് ടോട്ടിൽ നിന്ന് നമ്മളൊരു ബയറാക്ട് അല്ലാത്ത രീതിയിൽ കിട്ടും. ഇനി അതല്ലാതെ വരുന്നത് മോട്ടോർ വെഹിക്കിൾസ് ആക്ടിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരും. ഡയറക്റ്റ് ആണ്. നോ ഫോൾട്ട് ലയബിലിറ്റി എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്, സെക്ഷൻ തരും, സെക്ഷൻ എടുത്ത് നോക്കുക. അതിപ്പം നോ ഫോൾട്ട് ലയബിലിറ്റി തന്നെ ആവണമെന്നില്ല, മോട്ടോർ വെഹിക്കിൾസ് ആക്ടിൽ എവിടെ വേണമെങ്കിലും ഏത് ഭാഗത്തു നിന്ന് വേണമെങ്കിലും ചോദിക്കാം എന്നുള്ളതാണ്. പിന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ നിന്നായിരിക്കും കൺസ്യൂമർ റൈറ്റ്സിനെ കുറിച്ച് ചോദിക്കാം. ചിലപ്പോൾ കൺസ്യൂമറിന്റെ എന്താണ് എത്ര റൈറ്റ്സ് പറയുന്നുണ്ട്, അത് ഏതൊക്കെ റൈറ്റ്സ് ആണെന്നുള്ള രീതിയിൽ ചോദിക്കാം. അതല്ലെങ്കിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട അതോറിറ്റീസ്. ഇനിയിപ്പോൾ ചിലപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേറ്റ് കമ്മീഷനിലേക്ക് എപ്പോഴാണ് പോകാൻ പറ്റുന്നത്, എത്ര വാല്യൂ ഉള്ള കേസുകളാണ് എന്നുണ്ടെങ്കിൽ സ്റ്റേറ്റിൽ പോവാം. അങ്ങനെയുള്ള ഏരിയാസ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണം. ഇനി എപ്പോഴാണ് നമുക്ക് നാഷണൽ ലെവലിൽ പോകാൻ പറ്റുന്നത് എന്നുള്ളതൊക്കെ അറിഞ്ഞിരിക്കുക. കൺസ്യൂമർ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്ല, സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി, ഈ അതോറിറ്റിയും കൗൺസിലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, സെൻട്രലിൽ നമ്മൾ എങ്ങനെയായിരിക്കും പോകേണ്ടത്, ഏത് സാഹചര്യത്തിലാണ് പോകുന്നത്, ഡിസ്ട്രിക്റ്റിൽ എപ്പോഴാണ് പോകുന്നത്, എങ്ങനെയൊക്കെയാണ് കൺസ്യൂമർ റിലേറ്റഡ് ആയിട്ടുള്ള പരാതികൾ നൽകുന്നതിലുള്ള ഫോർമാലിറ്റീസ് ചിലപ്പോൾ ചോദിക്കാം. അതൊക്കെ ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു ഏരിയ ജസ്റ്റ് ഒന്ന്. അപ്പം ടോർട്ട് എന്ന് പറയുന്ന ഏരിയ പഠിക്കുന്ന സമയത്ത് ബേസിക് ആയിട്ട് തിയറി പോർഷനിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുക. പിന്നെ മോട്ടോർ വെഹിക്കിൾസും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ നിന്ന് അതിൽ നമുക്കൊരു 5 ക്വസ്റ്റ്യൻ ഉള്ളതിൽ ഒരു 4 ക്വസ്റ്റ്യൻ സുഖമായിട്ട് നമുക്ക് ബെയർ ആക്ടിൽ നിന്ന് എഴുതാൻ പറ്റുന്നതായിരിക്കുന്നേ ഉള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഏരിയാസ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ. അത് ജസ്റ്റ് ഒരു ഇപ്പൊ നിങ്ങൾ ഗൂഗിളിൽ നിന്നോ എവിടുന്നെങ്കിലും ഒക്കെ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനെ കുറിച്ചുള്ള എല്ലാ ഫാക്ട്സും അടങ്ങുന്ന ഒരു സാധനം വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കിട്ടും. ഏതൊക്കെയാണ് ഫസ്റ്റ് റിപ്പോർട്ടഡ് കേസ് ഓഫ് ബില്ല്, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷന്റെ ഫാദർ എന്നറിയപ്പെടുന്ന ആരാണ്, പിന്നെ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആർക്കെതിരെ ആർക്കൊക്കെ ഫയൽ ചെയ്യാം, ഏതൊക്കെ കേസുകളിൽ ഫയൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതൊക്കെ അറിഞ്ഞിരിക്കുക. അതിന്റെ ഇമ്പോർട്ടൻസ് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഈ റെസ് ജുഡിക്കേറ്റ് ആപ്ലിക്കബിൾ ആണോ എന്നൊക്കെ ഉള്ളതൊക്കെ നമുക്ക് നോക്കാവുന്നതാണ്. ഇനി ടാക്സേഷൻ.
ലോ ഓഫ് ടാക്സേഷനെ സംബന്ധിച്ചിടത്തോളം കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെടുത്തി ചോദിക്കാം, അല്ലെങ്കിൽ ഇൻകം ടാക്സ് ആക്ട് എന്ന് ചോദിക്കാം. ഇൻകം ടാക്സ് ആക്ട് എന്നാണ് ചോദിക്കുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് പ്രീവിയസ് ഇയർ, എന്താണ് അസസ്മെന്റ് ഇയർ എന്ന് അറിയണം. എവിടെ തൊട്ട് ഏത് വർഷം തൊട്ട് ഏത് വർഷം വരെ, അല്ല ഏത് സമയം തൊട്ട് ഏത് സമയം വരെയാണ് നമ്മൾ പ്രീവിയസ് ഇയർ എന്ന് കണക്കാക്കുന്നത്. പിന്നെ എന്താണ് അസസ്മെന്റ് ഇയർ, അത് ഏത് സമയം തൊട്ട് ഏത് സമയം വരെയാണെന്നുള്ളത് പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ മാർക്ക് ചെയ്ത് ബെയറാക്റ്റിൽ വെച്ചിരിക്കണം. പിന്നെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ട് ഇൻകം ടാക്സ് ആക്ടിൽ. അതിൽ ഒരാൾ നമ്മൾ ടാക്സ് ഇത് ചെയ്യുന്നതിന് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴാണ് റെസിഡന്റ്, എപ്പോഴാണ് നോൺ റെസിഡന്റ്, പിന്നെ കമ്പനി ആണെന്നുണ്ടെങ്കിൽ എപ്പോഴാണ് റെസിഡന്റ്, നോൺ റെസിഡന്റ്, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആണെങ്കിൽ എപ്പോഴാണ് റെസിഡന്റ്, നോൺ റെസിഡന്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, എത്ര നാൾ താമസിക്കണം, അതൊക്കെ ബെയറാക്റ്റിൽ ഒന്ന് ജസ്റ്റ് നോക്കി നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചാൽ മതിയാവും. പിന്നെ ഇൻകം എവിടെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ വർഷത്തെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ഇൻകം ടാക്സ് ആക്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ അതിന് മുന്നത്തെ വർഷത്തിൽ എല്ലാ ക്വസ്റ്റ്യൻസും GST എന്ന് വന്നിട്ടുണ്ട്. 16 ആണോ 17 ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിൽ നിന്നും കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. GST കൗൺസിലിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആ ഒരു ബെയറാക്റ്റും കൂടെ കൃത്യമായി നോക്കി വെക്കണം. ഇനി എവിടെ നിന്നൊക്കെ ചോദിക്കുമെന്ന് കണ്ടറിയണം. എന്തായാലും ടാക്സുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കയ്യിലുള്ള ബെയറാക്റ്റുകളിൽ എന്തൊക്കെ എവിടെയൊക്കെ ഉണ്ടെന്നുള്ളത് ഒന്ന് റെഫർ ചെയ്ത് വെക്കുക. അടുത്തത് IPR വരുമ്പോൾ 2 ക്വസ്റ്റ്യനേ വരുള്ളൂ. IPR പഠിക്കുമ്പം എന്തൊക്കെയാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് ആദ്യം പഠിക്കാം. പേറ്റന്റ് ഉണ്ട്, കോപ്പിറൈറ്റ് ഉണ്ട്, ഓരോന്നും ജോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻസ് ഉണ്ട്, ഡിസൈൻസിനെ സംബന്ധിച്ച് സെമി കണ്ടക്ടർ, അങ്ങനെ ലേഔട്ട് ആൻഡ് ഡിസൈൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ആക്ട്. അപ്പൊ ആദ്യം എന്തൊക്കെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ആണ് അറിഞ്ഞിരിക്കാം, ട്രേഡ് മാർക്ക് ഒക്കെ. അത് കഴിഞ്ഞിട്ട് അതിനൊക്കെ ഓരോ എക്സാമ്പിൾസ് പഠിച്ചു വെക്കാം. ഓരോന്നും എന്താണ്. ഓക്കെ, പേറ്റന്റ് എന്ന് പറയുമ്പോൾ ഇന്നത് കൊടുക്കുന്നതാണ്, കോപ്പിറൈറ്റ് എന്ന് പറയുമ്പോൾ ഇന്നതിനുള്ളതാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ജോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ എന്ന് പറയുമ്പോൾ ആറന്മുള കണ്ണാടിനെ ഓർമ്മ വരണം. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ കാഞ്ചീപുരം സിൽക്കിനെ ഓർമ്മ വരണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനെ കണക്ട് ചെയ്യാം. എന്നിട്ട് ഇതുമായിട്ട് വരുന്നിട്ടുള്ള ആക്ടുകൾ കണക്ട് ചെയ്യാം. ആക്ട് ഏതൊക്കെയാണ്, ഏതൊക്കെ ഏതിനെ റിലേറ്റ് ചെയ്യുന്ന നിയമങ്ങളുണ്ട് എന്നുള്ളത് നോക്കുക. എന്നിട്ട് ഇപ്പൊ പേറ്റന്റ് ആക്ട് പഠിക്കുന്ന സമയത്ത് അതിന്റെ പ്രത്യേകതകൾ എത്ര നാളത്തേക്കാണ്, കോപ്പിറൈറ്റ് എത്ര നാളത്തേക്കാണ് എന്നൊക്കെ ഉള്ളത് എവിടെയാണെന്ന് നോക്കി വെച്ചാൽ മതി. ഓക്കെ, നമുക്ക് ബെയറാക്റ്റിൽ നിന്ന് കിട്ടുന്നതല്ലോ, എവിടെയാണെന്ന് നോക്കി വെച്ചാൽ മതി. അത് നോക്കി വെച്ചിട്ട് നമ്മൾ ഒന്ന് പോയി കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഈ ഒരു ഏരിയ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ എല്ലാ ഏരിയാസും കവർ ചെയ്തിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓടിച്ച് പറഞ്ഞിട്ടേ ഉള്ളൂ. ഇതൊക്കെ വളരെ കുറച്ച് മാർക്ക് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതുകൊണ്ട് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് ഇത്രയൊക്കെ ഡിസ്കസ് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്ന ലോയേഴ്സ് ഓഫ് കേരളയ്ക്കും വലിയൊരു താങ്ക്സ് ഉണ്ട്. എല്ലാവരും നന്നായിട്ട് പരീക്ഷ എഴുതാം. ഫസ്റ്റ് വേണ്ടത് കോൺഫിഡൻസ് ആണ്. ഇത് അത്ര ഒരു പേടിക്കേണ്ട ഒരു പരീക്ഷയല്ല. നല്ല രീതിയിൽ അപ്രോച്ച് ചെയ്താൽ ഇനിയുള്ള ദിവസങ്ങളിൽ പോലും നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് സുഖമായി പാസ്സാവാൻ പറ്റുന്ന ഒരു പരീക്ഷ തന്നെയാണ്. ടെൻഷനൊന്നും വേണ്ട. പിന്നെ ഇന്ന് അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അഡ്മിറ്റ് കാർഡൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഒരു പരീക്ഷയെ ഫേസ് ചെയ്യാനുള്ളൊരു ഇതിലേക്കൊക്കെ വരിക, ഇരുന്ന് പഠിക്കുക. എല്ലാവർക്കും പാസ്സാവാൻ സാധിക്കട്ടെ. എല്ലാ പ്രാർത്ഥനകളും ആശംസകളും. ഓക്കെ, താങ്ക് യു സോ മച്ച്.